ദേശീയ ഗീതം വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആസ്പദമായുള്ള നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ രാജ്യവ്യാപകമായി വന്ദേമാതരം ഗാനാലാപനവും സംഘടിപ്പിച്ചിരുന്നു. വന്ദേ വന്ദേ വന്ദേ. ഇന്നു മുതൽ 2026 നവംബർ 7 വരെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വന്ദേമാതരം ദേശീയ അനുസ്മരണ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം ആസ്പദമാക്കിയുള്ള നാണയവും സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. രാജ്യത്തിന്റെ ആശയമാണ് വന്ദേമാതരമെന്നും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും വികാരങ്ങളുടെ അനന്തതയിൽ പിറന്നതാണ് വന്ദേമാതരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വന്ദേ മാതരം एक शब्द, एक मंत्र है, एक ऊर्जा है, एक स्वप्न है, एक संकल्प है. वंदे मातरम ये एक शब्द मां भारती की साधना है, मां भारती की आराधना है. वंदे मातरम ये एक शब्द हमें इतिहास में ले जाता है. ये हमारे आत्मविश्वास को, हमारे वर्तमान को आत्मविश्वास से भर देता है. 1937 വന്ദേമാതര ഗാനത്തിലെ പ്രധാന പദങ്ങൾ നീക്കം ചെയ്യപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതോടെയാണ് രാജ്യത്ത് വിഭജനത്തിന്റെ വിത്തുകളും വിതച്ചത്. അതേ വിഭജന ചിന്താധാരയാണ് ഇന്നും രാജ്യത്തിന് മുന്നിലുള്ള വെല്ലുവിളി. വികസിത ഭാരതത്തിലേക്കുള്ള പാതയിൽ നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയണമെന്നും അത്തരം അവസരങ്ങളിൽ വന്ദേമാതരം പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. वंदे मातरम से जुड़ा एक और विषय है जिसकी चर्चा करना उतना ही आवश्यक है. आजादी की लड़ाई में वंदे मातरम की भावना ने पूरे राष्ट्र को प्रकाशित किया था, लेकिन दुर्भाग्य से 1937 में वंदे मातरम के महत्वपूर्ण पदों को, उसकी आत्मा के एक हिस्से को अलग कर दिया गया था. वंदे मातरम को तोड़ दिया गया था, उसके टुकड़े किए गए थे. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം സമുചിതമായി ആഘോഷിച്ചു. ജനം, ഡൽഹി.